ശ്രീ മനാഫ്, ഈ ചുമ്മാ അങ്ങ് URL എടുത്ത് കളയണം എന്നൊരു കോടതിയും പറയില്ലല്ലോ. ഈ പറയുന്ന രീതിയിൽ എന്താണ് അത് അനിവാര്യമല്ലെങ്കിൽ കൂടിയും ഇങ്ങനെ പരാതി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറയുന്ന യൂട്യൂബറെ അല്ലെങ്കിൽ യൂട്യൂബർമാരെ നോട്ടീസ് അയക്കുകയും എന്താണ് അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും ചെയ്യുക എന്നൊന്നുകൂടിയുണ്ട്. പ്രത്യേകിച്ച് ഇതുപോലെ ഒരു കാര്യമായതുകൊണ്ട് ഇത് ആരെയും പറയുന്നത് കേൾക്കാതെ ഒന്നും രണ്ടൊന്നുമില്ല 8864 വാർത്താ സ്രോതസ്സുകൾ അല്ലെങ്കിൽ ലിങ്കുകൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എടുത്തു മാറ്റണം, ഡിലീറ്റ് ചെയ്ത് കളയണം എന്നങ്ങ് കോടതി പറയുകയാണ്. എന്തൊരു സ്വാധീനമാണ് അങ്ങനെയാണെങ്കിൽ ആ കൂട്ടർക്ക്, ശ്രീ മനാഫ്? സാർ, ഇതിൻ്റെ മുന്നേയും ഒരു 150ഓളം യൂട്യൂബേഴ്സിൻ്റെ ഇത് ഡിലീറ്റ് ചെയ്തതാണ്. ഇത് അതിനേക്കാൾ കൂടുതൽ ഇപ്പം വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ഒരു പരാതി വന്ന് ഒരു 100 യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ആണെങ്കിൽ ഇത് കാണാൻ എത്ര മാസങ്ങൾ പിടിക്കും? അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ നോക്കണമെങ്കിൽ എത്ര മാസം പിടിക്കും? സത്യത്തിൽ ഇത് വരിക ഒറ്റയടിക്ക് അതങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ ഇത് ഏത് രാജ്യമാണ്? എന്താ ഇവിടുത്തെ നിയമത്തിൻ്റെ ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്? ഒരു മാസങ്ങൾ കൊല്ലങ്ങൾ വേണ്ടി വരും ഇതൊക്കെ കൂടി ഒരു ജഡ്ജി ഇരുന്നിട്ട് ഈ യൂട്യൂബിലെ എന്താ പറയുക കഴമ്പുണ്ടോയെന്ന് നോക്കണമെങ്കിൽ തന്നെ മാസങ്ങളോ വർഷങ്ങളോ വേണ്ടി വരും. അതാണ് ഒറ്റയടിക്ക് എന്താക്കണത്, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിക്കാളുന്നത്. ഇതുപോലത്തെ ഇത്ര സ്പീഡിൽ തീരുമാനങ്ങൾ മറ്റുള്ള വിഷയങ്ങൾ ഇന്ത്യയിൽ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ തീരുമാനിക്കാൻ ജഡ്ജികൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, കോടതികൾ ബഹുമാനപ്പെട്ട കോടതി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ ഒരു കേസും പെൻഡിങ് ആയി കിടക്കൂല, വളരെ ഈസി ആയിട്ട് തീരും. അത്ര ഇതിന് കൊടുക്കുന്ന സ്പീഡ് ആ ഒരു ശുചീകരണ തൊഴിലാളി ഭീമ പറയണ ആ കുഴി തോണ്ടാനും കൂടി കാണിച്ചിരുന്നെങ്കിൽ എത്ര മനോഹരമായിരിക്കും. ആ വിഷയത്തിന് ഒരു ക്ലാരിറ്റി വന്നു കഴിഞ്ഞ് ഉണ്ടോ ഇല്ലയോ കഴിഞ്ഞ്. പക്ഷെ അതല്ലല്ലോ സംഭവിക്കുന്നത്. സാർ, വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ചില ആളുകൾ ബോധപൂർവം ഇതിനെ ജാതി മത ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് എന്താക്കാണ് കുടുക്കിയിടുകയാണ്. ഞങ്ങൾക്കുള്ളിൽ ഒരു പ്രശ്നമുണ്ട്, ഈ സൗജന്യൻ്റെ പോരാട്ടത്തിൽ നിൽക്കുന്ന ആളുകൾക്കുള്ളിലൊരു പ്രശ്നമുണ്ട്. ഇങ്ങനെ ബോധപൂർവം നമ്മൾക്കുള്ളിലുള്ള ആളുകൾ തന്നെ, മലയാളികളായ പ്രവർത്തകരെന്നെ, മാധ്യമപ്രവർത്തകരായിക്കോട്ടെ, ഇവർ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഇതാക്കണത്. ഇതൊരു എന്താ പറഞ്ഞാൽ ഇന്ത്യയിൽ ഇന്നേ വരെ കാണാത്ത ഒരു ഐതിഹാസിക പോരാട്ടത്തിൻ്റെ തുടക്കമാണെന്ന് തന്നെ പറയാം ഇതിനെ. ഇങ്ങനെയുള്ള ഒരു പോരാട്ടത്തിൻ്റെ ടൈമിന് മറ്റുള്ളവർക്കുള്ളിൽ ഈ പോരാട്ടം എങ്ങനെ തകർക്കാമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകളും ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്, ഇവിടെ ഈ സമൂഹത്തിലുണ്ട്. സാർ, വേറൊരു കാര്യം, ഈ വിഷയം ഒരു നിസ്സാര വിഷയമല്ല. ഈ വിഷയത്തിനെ ഞാൻ ഒരു പുലിയോട് ഉപമിക്കുകയാണ്. ഒരു വലിയൊരു ക്രൂരനായ ഒരു പുലി, ആ പുലിൻ്റെ മേലേക്കാണ് ഞാനും ഇതുപോലുള്ള ഒരുപാട് ആളുകൾ, വിനോദ് മേക്കോത്ത് ആയിക്കോട്ടെ, അനീഷ് ആയിക്കോട്ടെ, എല്ലാവരും കൂടി എടുത്ത് ചാടിയത്. ഈ പുലിനെ ഇപ്പം ഇങ്ങനെ കിടത്തി വെച്ചിക്ക. ഈ പ്രശ്നം ഞങ്ങൾ ഇങ്ങോട്ട് ഞങ്ങളെ തന്നെ തിന്നുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഉള്ളത്. അല്ല, ഞാൻ കിടന്നു നിങ്ങൾക്ക് തോന്നുന്നതല്ലേ? ഞാൻ പറയാം, ഈ പുലിയെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വീരേന്ദ്ര ഹെഗ്ഡെയും ഈ പറഞ്ഞ ക്ഷേത്രത്തിന്റെ ധർമാധികാരി എന്ന് പറയുന്ന ആളും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുമാണെങ്കിൽ അവർ വലിയ സാമ്രാജ്യങ്ങളാണ്, അവർ വലിയ സ്വതന്ത്ര സാമ്രാജ്യങ്ങളാണ്. അതെ, ഞാൻ ചോദിക്കട്ടെ, വേറൊരു അത്ഭുതമുള്ള സാർ, ഇപ്പം അത്ര സ്വാധീനമുള്ള ആളുകളാണെങ്കിൽ ഇന്നിപ്പോൾ ഈ വിഷയം 24 എല്ലാവരും ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടും ഇതൊന്ന് കത്തിപ്പടർന്നിട്ടും ഒരു 10 ദിവസമെങ്കിലും ആയല്ലോ. ഇന്ന് കേരളത്തിലുള്ള എല്ലാ മലയാളികളുടെ മനസ്സിലും ഒരു ആദ്യമായി നിൽക്കുകയാണ് ഈ വിഷയം. ഈ വിഷയത്തിൽ ഈ സമയം വരെ ഒരു പ്രമുഖനായ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകൻ ഇറങ്ങിയിട്ട് ഞാനുണ്ട് നിങ്ങളെ കൂടെ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല. എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ഇത്രയൊക്കെ വലിയൊരു വിഷയം മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. 4 മലയാളികൾ ഇപ്പോൾ ഓൾറെഡി ഈ വിഷയത്തിൽ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞ് മുന്നോട്ട് വന്ന്, എന്നിട്ട് പോലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ കുറ്റം പറയാണെന്ന് വിചാരിക്കരുത്. രംഗത്ത് വരണം, ഇവർ രംഗത്ത് വരണം. ഞങ്ങൾക്കൊന്നും സ്വാധീനം ഇല്ലാത്ത വ്യക്തികളാ, ഒരു രാഷ്ട്രീയ പിൻബലമില്ല, ഒരു എന്താ പറയുക ഒന്നുമില്ലാത്ത വ്യക്തികളാ. ഞങ്ങളെപ്പോലത്തെ ആളുകൾ വരുന്നതിനേക്കാൾ നല്ലത് ഇവർ വരണം. ഇവർ രംഗത്ത് വന്നിട്ട് എന്താണ് കേരള ജനതയോട് ഒരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയം ഏറ്റെടുക്കണില്ല. ഇവർ ഏറ്റെടുക്കണം ഈ വിഷയം. ജനങ്ങളെ മുന്നിൽ ഇലക്ഷൻ്റെ ടൈമിന് മാത്രം വരുന്ന ഒരു ജീവികളായി മാറരുത്, രംഗത്ത് വരണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ വിഷയമാണ്.
ഒരുപാട് ആളുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 2016 മുതൽക്ക് 2025 വരെയുള്ള കണക്ക് പ്രകാരം ഏകദേശം 3700ഓളം പെൺകുട്ടികൾ എവിടെ ഉണ്ട് എന്ന് പോലും ഒരു കണക്കില്ല. ഞാൻ പറഞ്ഞപ്പോൾ ജസ്ന തിരോധാനം അങ്ങനെ ബന്ധിപ്പിക്കാനുള്ള ഒരു ഏതെങ്കിലും ഒരു തെളിവ് ഒന്നും ഇല്ലെങ്കിലും തിരോധാനങ്ങൾ ഒരുപാട് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഒരു തുമ്പും തെളിവും ഇല്ലാത്ത പി.സി. ജോർജിനെ പോലെയുള്ളവർ വ്യാജം പറഞ്ഞുണ്ടാക്കുന്ന ഒരുപാട് തിരോധാനങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ലിങ്ക് ഉണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അന്വേഷിക്കണ്ടേ ശ്രീ മനാഫ്? അന്വേഷിക്കണോ? അതെ സാർ. ഓക്കെ, അല്ല ഞാൻ പറഞ്ഞ കേരളത്തിന്റെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലും കാണാനായിട്ടുണ്ടോ പെൺകുട്ടികളെ അങ്ങോട്ടേക്ക് പോയി ഇങ്ങോട്ടേക്ക് പോയി അവിടെ കടത്തി ഇവിടെ കടത്തി എന്നൊക്കെ ഈ പറഞ്ഞ അന്തരീക്ഷത്തിൽ പുകപടലം സൃഷ്ടിക്കുന്ന കേരള സ്റ്റോറീസ് ഒക്കെ ഉണ്ടാക്കുന്ന അവർ തന്നെ മുൻകൈ എടുത്ത് ഇറങ്ങണമെന്നേ. ഇത് ഈ പറഞ്ഞ പെൺകുട്ടികൾ എവിടെയാണ്, അതുമായി ധർമ്മസ്ഥലയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഉറക്കെ പറയണം. ഞാൻ അങ്ങനെയൊക്കെ